ദൈനംദിന ഭരണത്തിലെ തീരുമാനങ്ങളുടെ പേരിൽ വിമർശനവും വിവാദവും സതീശൻ സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ്. 1000 രൂപ കയ്യിൽ കിട്ടുന്ന 30 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഗുണകരമായ 2500 കോടിയുടെ വാർഷിക ചെലവ് വരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സർക്കാർ നിർത്തലാക്കുന്നത്. പകരം പരമാവധി 500 കോടിയുടെ വാർഷിക ബാധ്യത മാത്രം വരുന്ന ഓർഡിനറി സൗജന്യ യാത്ര. ഇപ്പോഴത്തെ തള്ളിനും താരാട്ടുപാട്ടിനും പുഞ്ചിരിക്കുമപ്പുറം മികവ് ഏതിനെന്ന് ജനം താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും തലപൊള്ളും. സർക്കാരിന് എന്തു പറയാനാകും? ക്ഷേമ പെൻഷനിൽ ഒരിക്കലും ഒഴിഞ്ഞുപോകാത്ത പഴി കേൾക്കുന്ന കോൺഗ്രസിനായി ഇതിലും കാലം കാത്തുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. ജീവനക്കാരുടെ ലീവ് സറണ്ടർ UDF സർക്കാർ വെട്ടി. ആർജിതാവധിയിൽ കടുത്ത നിയന്ത്രണമാണ് ധനകാര്യ വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൺലൈൻ നടപടിക്രമം അട്ടിമറിച്ച് സ്കൂൾ അധ്യാപകരെ വ്യാപകമായി സ്ഥലം മാറ്റുന്നു. പ്രധാന അധ്യാപകരെ പോലും മാറ്റുന്നു. സ്ഥലം മാറ്റമെന്നത് അഴിമതിയുടെ ചാകരക്കാലമായിരുന്ന ആ പഴയ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആരംഭിച്ചു. വിവിധ ഇനം പകർച്ചപ്പനികൾക്ക് മുന്നിൽ സർക്കാർ പകച്ചു നിൽക്കുമ്പോഴും ഇല്ലാത്ത തസ്തികയിൽ അനധികൃത നിയമനം നടത്തുകയാണ് ആരോഗ്യവകുപ്പ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ലെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. അതിൻ്റെ പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളെ മന്ത്രി പരോക്ഷമായി വിമർശിച്ചു. ക്ഷേമം കെടുത്തുന്ന വിസ്മയ തീരുമാനങ്ങൾ. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPI, B. Raji കോൺഗ്രസ്, M. ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ അരുൺകുമാറിലേക്ക്. ശ്രീ അരുൺകുമാർ, ഞാനിപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ സർക്കാർ VD സതീശൻ സർക്കാർ ഏറ്റവും അധികം ആവേശത്തോടെ അഭിമാനബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോൾ KSRTC ഓർഡിനറി സൗജന്യ യാത്രയാണ്. ഇതുവരെ ഉണ്ടായതും അല്ലെങ്കിൽ ഇനി അടുത്തുണ്ടാകാവുന്നതുമായ ആക്ഷേപങ്ങളോ ക്ഷീണങ്ങളോ, ഇപ്പോൾ ഇടയ്ക്കൊക്കെ നിയമിച്ചവരൊക്കെ രാജിവെക്കേണ്ടി വന്നു, വലിയ വിവാദങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഗവൺമെൻറ് പ്ലീഡർ വിവാദം, അതുപോലെ തന്നെ സണ്ണി ജോസഫിൻ്റെ അളിയൻ നിയമനം, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പേരിൽ ഒന്ന് കഞ്ചാവ് പിടിക്കപ്പെട്ട വീട്ടിൽ നിന്നുള്ള ഒരാളാണ്. ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിവെച്ച് ആശ്വാസത്തോടെ നിൽക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒന്നായിട്ട് അവർ കരുതുന്നതാണ് ഓർഡിനറി സൗജന്യ യാത്ര. എന്നാൽ പക്ഷേ ഇപ്പോൾ LDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകൾക്ക് 35 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന സ്ത്രീകളിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഏതാണ്ട് 30 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്കാണ് പ്രതിമാസം 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു 2500 കോടിയുടെ വാർഷിക ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതി. അതാണ് നിർത്തലാക്കാൻ പോകുന്നത്. പക്ഷേ സർക്കാർ കരുതുന്നത് ഈ സൗജന്യ യാത്ര, ഓർഡിനറി സൗജന്യ യാത്ര വെച്ച് നിങ്ങളിനിയൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലോ വിമർശിച്ചാലോ അതിനെയൊക്കെ മറികടക്കാം എന്ന നിലയിലാണ് സർക്കാർ നിൽക്കുന്നത്. ശരിയായൊരു വിലയിരുത്തൽ വന്നാൽ ഈ താരതമ്യങ്ങൾ, ഈ സ്ത്രീപക്ഷ നിലപാടുകൾ സമൂഹം ഗൗരവമായി വരും കാലത്ത് ചർച്ച ചെയ്യുമോ? ഒരിക്കലും സുതാര്യമായി നടപ്പാക്കാൻ കഴിയാത്ത ചില വാഗ്ദാനങ്ങളാണ് UDF ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തിക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്നതായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഏതായാലും അവർ മിണ്ടുന്നില്ല. മെയ് മാസം 15-ാം തീയതി മുതൽ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് ടിക്കറ്റില്ല, എവിടെ വേണമെങ്കിലും പോകാം. ഈ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാം, ആരാധനാലയങ്ങളിൽ പോകാം, ടൂറ് പോകാം, ഏത് എൻ്റർടൈൻമെൻറ്റിനും പോകാം എന്നെല്ലാം KC വേണുഗോപാൽ ബസ്സിൽ കയറി തന്നെ വനിതകളോട് പറഞ്ഞതും, അതോടൊപ്പം തന്നെ ശ്രീ VD സതീശൻ വീടുകളിൽ ചെന്ന് വനിതകളെ വിളിച്ചിരുത്തി ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞതുമെല്ലാം നമുക്കറിയാം. ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന ഏതു പദ്ധതി നടപ്പാക്കിയാലും ഇടതുപക്ഷം അതിനനുകൂലമാണ്. ഒരു തരത്തിലും ആ പദ്ധതിക്കെതിരെ ഇടതുപക്ഷം നിലനിൽക്കില്ല. പക്ഷേ ഇത് തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഒട്ടും ഫീസിബിൾ അല്ലാത്ത ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതു ബസ്സിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ നേതാക്കന്മാർ അത് ഓർഡിനറി ബസ്സിലേക്ക് ചുരുക്കി. ഒരു മാസം പദ്ധതി നടപ്പാക്കാതെ ജൂൺ 15-ലേക്ക് അത് ചുരുക്കി. അതിനുശേഷം ഓർഡിനറി ബസ്സുകളെല്ലാം അന്ന് രാത്രി തന്നെ സിറ്റി ഫാസ്റ്റായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. KSRTC ബസ് കാത്തുനിന്ന് മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും യാത്ര ചെയ്യാൻ പറ്റാതെ വന്ന സ്ത്രീകൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇന്നലെയും ഇന്നും നമ്മൾ കാണുകയാണ്. അപ്പോൾ സിറ്റി ഫാസ്റ്റായിട്ട് മാറ്റി എണ്ണം ചുരുക്കി കൊണ്ടുവന്നു. KSRTC തന്നെ നടത്തിയ പഠനത്തിൽ ഒരു ദിവസത്തെ ശരാശരി കളക്ഷൻ 7 കോടി രൂപയാണ്.
പകുതി യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ പകുതി യാത്രക്കാർ സ്ത്രീകളാകുമ്പോൾ കളക്ഷൻ 3.5 കോടിയായിട്ട് കുറയും. ഇപ്പോൾ ഓർഡിനറിയിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും. എന്നിരുന്നാലും ഇപ്പോൾ തൽക്കാലം ശമ്പളവും പെൻഷനും കൊടുത്തു പോകുന്ന, ശമ്പളം ഒറ്റയ്ക്ക് ഒരേ ദിവസം കൊടുക്കുന്ന രീതിയിലേക്ക് വന്നത് ശ്രമകരമായിട്ടുള്ള എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നിർത്തേണ്ട, തന്നെ നിന്നു പൊക്കോളും KSRTC എന്ന് പ്രഖ്യാപിച്ചത് ആര്യാടൻ മുഹമ്മദ് ഇവിടെ KSRTC മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോഴാണ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്. അതിന് ശേഷം കോടതി ഇടപെടലും മറ്റ് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം, സംസ്ഥാനത്തിൻ്റെ സഹായം, ഗവൺമെൻറ് സഹായം, മറ്റ് ലോണുകളെല്ലാം എടുത്തിട്ടാണ് KSRTC സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യത്തിൽ പുറമേ നിന്ന് മാസം ഇത്ര തുക KSRTCക്ക് ഞങ്ങൾ കൊടുക്കും എന്ന് ഗവൺമെൻറ് പറയാത്തിടത്തോളം കാലം ഈ പദ്ധതി ഫീസബിൾ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ഓർഡിനറി ചുരുക്കി കൊണ്ടുവന്ന് അത് അവസാനം നിർത്തലായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാതെ ഇത്തരം പദ്ധതികളുടെ പ്രയോജനം മുഴുവൻ സ്ത്രീകൾക്കും കിട്ടുന്ന തരത്തിൽ അത് വിപുലപ്പെടുത്തി പോകുന്ന തരത്തിലായിരിക്കണം ഭരണാധികാരികൾ അത്തരം പദ്ധതികൾ നടപ്പാക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇന്നലെ കട്ട് ചെയ്തത് 3600 കോടിയോളം വരുന്ന, നമുക്കറിയാം കൃത്യമായിട്ട് എൻ്റെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ 1000 രൂപ വീതം 33 ലക്ഷം പേർക്ക് കിട്ടുന്ന പദ്ധതിയാണ്. 33.5 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 10-1 അപ്പോൾ അത്തരം പേർക്ക് കിട്ടുന്ന ഒരു പദ്ധതി നടപ്പാക്കുക. 35 വയസ്സിന് മുകളിലേക്ക് 55 വയസ്സ് വരെ 60 വയസ്സ് വരെയുള്ളവർക്ക് പെൻഷൻ കിട്ടുക, സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ആ പ്രായപരിധി വരെ 10-25 കൊല്ലം പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയാണ് അട്ടിമറിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി അക്കൗണ്ടിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർക്കാണ് ഇപ്പം മെയ് മാസത്തിൽ അതിൻ്റെ പെൻഷൻ കിട്ടാതെ വരുന്നത്. അപ്പോൾ ഈ നിരവധി ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന, കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കുന്ന 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ അക്കൗണ്ടിൽ പണം വരുന്ന പദ്ധതി ഉപേക്ഷിച്ച് ഇത്തരത്തിലൊരു സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അവ ചുരുക്കി കൊണ്ടുവരുന്നു. അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന തരത്തിലേക്ക് അത്തരം പദ്ധതി ഒരു ആസൂത്രണ മികവില്ലാത്ത തരത്തിൽ നടപ്പാക്കുന്നു. അപ്പോൾ ഇത് UDF ഗവൺമെൻറ് വലിയ രൂപത്തിൽ തന്നെ സ്ത്രീകളോട് കാണിക്കുന്ന ചതിയാണ്, വഞ്ചനയാണ്, അവരെ കബളിപ്പിക്കുകയാണ്. അവരെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു നമ്പർ പരിപാടി, ആ പരിപാടി നടപ്പാക്കുമ്പോഴും ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെയാണ് നടപ്പാക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മറ്റെല്ലാ പദ്ധതികളും പ്രഖ്യാപിച്ച് ഈ ഒരു മാസം തികയുന്നതിന് മുമ്പ് അതിൽ പ്രതിസന്ധി നേരിട്ടതുപോലെ തന്നെ അവർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച നാം കാണുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കേഴ്സിന് 21,000 രൂപയാക്കി ശമ്പളമാക്കി മാറ്റും എന്നെല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് ഒതുക്കി ജനങ്ങളെ കബളിപ്പിച്ചു, ആശാ വർക്കേഴ്സിനെ കബളിപ്പിച്ചു നമ്മുടെ മുന്നിലുണ്ട്. മറ്റു പദ്ധതികളിലേക്കൊന്നും ഇവർ യാതൊരു തരത്തിലും ഒരു വർത്തമാനവും പറയുന്നില്ല, ഒരു പ്രതികരണവും പറയുന്നില്ല. പക്ഷേ പ്രഖ്യാപിച്ച എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഒന്ന്, ഇവിടെ നികുതി ഭീകരതയാണ്. കേന്ദ്ര ഗവൺമെൻറ് പെട്രോൾ ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ച ആ നിമിഷം സംസ്ഥാന ഗവൺമെൻറ് അത് വേണ്ടെന്ന് വെക്കണം എന്നെല്ലാം പറഞ്ഞ് പത്രസമ്മേളനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചവർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എത്ര വേണമെങ്കിലും ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും, ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്കൊപ്പം തന്നെയാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പേരുള്ളവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വർദ്ധിപ്പിച്ചല്ലോ. നമ്മളന്ന് പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നിലനിൽക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ UDF ഗവൺമെൻറ് വന്നു, വർദ്ധിപ്പിച്ചു, 3-ാം ദിവസം അത് പിൻവലിക്കേണ്ടി വന്ന് നമ്മൾ കണ്ടു. ഇപ്പോഴെന്താ ധവളപത്രം ഇറക്കിയപ്പോൾ പെൻഷൻ പ്രായം ഉയർത്താൻ പോവുകയാണ് 60 ആയിട്ട്. അതായത് വരുന്ന 5 കൊല്ലത്തിലേക്ക് ഇനി ഒരു നിയമനം പോലും റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത രൂപത്തിൽ യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ തകർക്കുന്ന ഗവൺമെൻറ് ഞങ്ങൾ യുവജനങ്ങൾക്കൊപ്പമാണ്, PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞ് അവരുടെ വോട്ടൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് ഇപ്പോൾ അവരെ ചതിക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങ് എടുത്തു നോക്കുക, ഓരോന്നും സെക്രട്ടേറിയറ്റ് അങ്ങ് തുറന്നിടും, എല്ലാവർക്കും ഏത് സമയത്തും കയറാം എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. സമരഗേറ്റിലൂടെ സ്വന്തം കാറ് പോകുമ്പോൾ വലിയ പോസ്റ്റ് ഇട്ട് കയ്യടി വാങ്ങിയ അതേ മുഖ്യമന്ത്രി തന്നെ സമരഗേറ്റ് അടച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ എത്രയോ തീരുമാനങ്ങളാണ് അവർ തന്നെ തിരുത്തേണ്ടി വന്നത്. കേവലം 28 ദിവസത്തിനുള്ളിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് വോട്ട് തട്ടാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയെന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പം നിയമന കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു, ട്രാൻസ്ഫർ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതിലെല്ലാം കടുത്ത പ്രതിസന്ധിയിലേക്ക് നിയമപരമായിട്ടുള്ള എല്ലാ വസ്തുതകളെയും അട്ടിമറിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരവധി കോടതി ഇടപെടലും ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഇടപെടലൊക്കെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കം തന്നെ അമ്പേ പരാജയമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഞാൻ അരുണിലേക്ക് മടങ്ങി വരാം.
നേരത്തെ അരുണ് ഈ പെട്രോൾ ഡീസൽ നികുതി കുറവ് അതിൻ്റെ ഒരു ചെറിയ ആശ്വാസം നാട്ടുകാർക്ക് നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് വെച്ച് നോക്കിയാൽ അങ്ങനെ കുറയ്ക്കാൻ താനൊരു മണ്ടനല്ല എന്നാണ് അദ്ദേഹം ഏതായാലും ജനങ്ങളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതായാലും യുദ്ധം ഏതാണ്ട് തീരാൻ പോവുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും ആഴ്ചകളും ഏതാണ്ട് ഒരു മാസക്കാലവും അതിൻ്റെ ആനുകൂല്യം, അതായത് കൂടിയ തുകയുടെ നികുതി ആനുകൂല്യം ഏറ്റുവാങ്ങാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അതിലൊരാശ്വാസവും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ സമരഗേറ്റ്, അതുപോലെ മാധ്യമ വിലക്ക്, ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മുഖ്യമന്ത്രി മാത്രമല്ല ഇന്നലെ ഇത് ഓർഡിനറി ബസ്സാണോ അതോ സിറ്റി ഫാസ്റ്റ് ആണോ എന്ന് മാധ്യമങ്ങൾ നോക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ഗതാഗത മന്ത്രി ആ ബസ്സിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇറക്കി വിടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ അരുൺ പറഞ്ഞത് വെച്ച് ഇന്നലെ കണ്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചാണ്. ബി റജി, നമ്മളിപ്പോൾ ഈ സർക്കാർ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ദൈനംദിന ഭരണത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഓരോന്നും സൃഷ്ടിക്കുന്ന വിവാദങ്ങളും വിമർശനവുമാണ്. അതിന് ആധാരമായ ചിലതാണ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ റജി, അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സർക്കാർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയായി സർക്കാർ കൊണ്ടുവന്നതാണ് ഈ KSRTC ഓർഡിനറി സൗജന്യ യാത്ര എന്നുള്ളത്. മറുഭാഗത്ത് പകരം നഷ്ടപ്പെടുത്തുന്നത് അതിലും വലിയ പ്രോജക്റ്റാണ് എന്ന് വരുന്നില്ല, ഒരു വലിയ പദ്ധതിയാണ് എന്നുള്ളത് വരുന്നില്ല. സ്വാഭാവികമായും ഇത് താരതമ്യം ചെയ്യില്ലേ? ഞാനതിൻ്റെ കണക്കുകൾ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഉണ്ടാകുന്ന ഈ വലിയൊരു ആഘോഷം ഒക്കെ കഴിഞ്ഞ് എന്താണ് ശരി, എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് നോക്കിയാൽ ഈ ക്ഷേമ പെൻഷനുകളുടെ ക്ഷേമ പെൻഷനുകൾ എന്നുള്ളത് എന്നും കോൺഗ്രസ്സിന് എങ്ങനെയൊക്കെ തലവേദനയായി മാറിയോ അതുപോലെ സംഭവിക്കാൻ പോവുകയാണോ ഈ സ്ത്രീപക്ഷ തീരുമാനങ്ങളിലെ ശരിയേത് തെറ്റേത് എന്ന ജനങ്ങളുടെ വിലയിരുത്തൽ? LDF സർക്കാർ അവസാനം കൊണ്ടുവന്ന 30-നും 33-നും ഇടയിൽ ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കുമായിരുന്ന 2500 കോടിയുടെ വാർഷിക ചെലവ് വരുന്ന ഒരു പദ്ധതി പൂർണ്ണമായും കട്ട് ചെയ്തു മാറ്റുന്നു. കാരണം മുൻ സർക്കാർ കൊണ്ടുവന്നതാണല്ലോ. പകരം നിങ്ങൾ പരമാവധി ഒരു 500 കോടിയുടെ ഈ KSRTC ഓർഡിനറി സൗജന്യ യാത്ര ജനങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷേ ജനങ്ങൾ താരതമ്യം ചെയ്താൽ, സ്ത്രീകൾ താരതമ്യം ചെയ്താൽ എന്താകും ഭാവിയിൽ സ്ഥിതി? ശരത്ത്, ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു മുമ്പേ തന്നെ ആ സർക്കാരിനെ വിമർശിക്കുവാൻ കാട്ടുന്ന ഈ എന്താണ് ഒരു തിരക്ക് കൂട്ടൽ, ഈ ഒരു അനാവശ്യ ധൃതി നിങ്ങളെ ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നാണ്, അല്ലെങ്കിൽ ജനത്തിൻ്റെ വികാരം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്കയാണ് എനിക്കിതിൽ കാണുവാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വിസ്മയകരമായ ഈ മാറ്റം കണ്ട് അത്ഭുതത്തോടെ ആദരവോടെ ഈ സർക്കാരിനെ പരിഗണിക്കുകയും ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവരെ ആദരവോടെ വരവേൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ വിമർശിക്കുവാൻ വേണ്ടി വിമർശിക്കുകയും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ കണ്ട് ചെറിയ തെറ്റുകളെ പർവ്വതീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വസ്തുതകളിൽ നിന്ന് അകന്നുകൊണ്ട് തെറ്റായ പ്രചരണം അഴിച്ചു കൊടുക്കുന്നതിനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ നോക്കൂ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് ശേഷം ജനങ്ങൾ പുതിയ ഒരു സർക്കാരിനെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ വിസ്മയകരമായ മാറ്റങ്ങളാണ് കേരളീയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചു. അതുപോലെ അംഗൻവാടി, അതുപോലെ പാചക തൊഴിലാളികളും, അതുപോലെ ഈ ഏറ്റവും താഴ്ന്ന അംഗൻവാടി സ്കൂൾ അധ്യാപകർക്കും ഒക്കെ അവരുടെ എല്ലാം വരുമാനത്തിൽ വർധനവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളെടുത്തു. ഏറ്റവും പ്രധാനമായിട്ട് പ്രിയദർശിനി ബസ് യാത്ര സൗജന്യമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും വമ്പിച്ച ചരിത്രപരമായ ഒരു തീരുമാനവും സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആകമാനം സമ്മതവും അംഗീകാരവും ആദരവും പിടിച്ചുപറ്റിയ ഒരു സർക്കാരിൻ്റെ തീരുമാനങ്ങളെ ഇനി ഓരോ ദിവസവും വിസ്മയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതി കേരളത്തിലെ ബഡ്ജറ്റ് വരികയാണ്. ആ ബഡ്ജറ്റിൽ വലിയ വിസ്മയങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അപ്പോൾ ഒരു നിമിഷം നിശ്ചയമായും ഞാനും അതിനെ കുറച്ചല്ല കണ്ടത്. ഓർഡിനറിയിലെങ്കിൽ ഓർഡിനറി, KSRTCയിൽ ആകെ സൗജന്യം നൽകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. പോട്ടെ, നിങ്ങൾ ഓർഡിനറിയിലെങ്കിൽ ഓർഡിനറിയിൽ കിട്ടുന്നത് ആശ്വാസമാണ് ജനങ്ങളെ സംബന്ധിച്ച്, അതിലൊന്നും തെറ്റില്ല, മോശവുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ജനങ്ങൾ താരതമ്യം ചെയ്യില്ലേ? തങ്ങൾക്ക് സ്ത്രീകൾക്ക് കേരളത്തിൽ ലഭിക്കുമായിരുന്ന ഒരു പദ്ധതി വേണ്ട എന്ന് വെക്കുന്നു, പകരം KSRTC ഓർഡിനറിയിൽ സൗജന്യ യാത്ര ലഭിക്കുന്നു. ഇത് തമ്മിൽ താരതമ്യം ചെയ്താൽ, ഇതായിരുന്നു എൻ്റെ ചോദ്യം. റജി കേട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കണക്കുകളും ഞാൻ സൂചിപ്പിച്ചു. താങ്കൾക്കതിനെ നിരാകരിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ 2021 പ്രകടന പത്രികയിൽ LDF മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി. അത് നടപ്പാക്കുന്നത് 2026, അതായത് തെരഞ്ഞെടുപ്പ് വർഷം ഫെബ്രുവരി 11-ാം തീയതിയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇയറിൽ.
എന്നിട്ട് ആദ്യത്തെ 1 മാസമോ 2 മാസമോ മറ്റോ അതിൻ്റെ തുക കൊടുത്തു. ആ പദ്ധതി സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വരാനിരിക്കുന്നു. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ നയപരിപാടികളാണ്. ഈ പുതിയ സർക്കാരിൻ്റെ നയം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള നയ പ്രഖ്യാപനമാണ് 19-ാം തീയതി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ നോക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ധവളപത്രം മുന്നോട്ട് കൊണ്ടുവച്ചു. ആ ധവളപത്രത്തിൽ വരുന്ന കേരള സർക്കാരിന് വരുന്ന ബാധ്യതകൾ ശേഷം വല്ലാതെ പൊളിഞ്ഞു പോയില്ലേ? പറഞ്ഞ സാമ്പത്തിക റിപ്പോർട്ടുകളും കണക്കുകളും ഒന്നും ശരിയായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, 5629 കോടിയുടെ വരുമാന വർധനവ് കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മെയ് മാസങ്ങളെക്കാൾ ഈ വർഷം സംഭവിച്ചു. ഓർക്കണേ, 5629 കോടി, 16 കോടിയിൽ പരം രൂപയായിരുന്നു കഴിഞ്ഞ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കഴിഞ്ഞ വർഷം വരുമാനമെങ്കിൽ ഇത്തവണ അത് 22,000-ൽ പരം കോടി രൂപയായി. അതിൽ നിന്നാണ് ഈ പറഞ്ഞ 5000-ൽ പരം കോടി രൂപയുടെ വർധനവുണ്ടായത്. ഞാൻ അതിനെ ഏറ്റവും അധികം ഉദാഹരിക്കുന്നത് മലയാള മനോരമയെ തന്നെയാണ്. മലയാള മനോരമ എഴുതിയത് വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു റജി. മനോരമ പറഞ്ഞത് എന്താണ്? പക്ഷേ ഈ വരുമാന വർധനവിൻ്റെ ക്രെഡിറ്റ് മെയ് 18-ന് അധികാരത്തിൽ വന്ന സർക്കാരിനല്ല എന്ന് ആദ്യ പാരഗ്രാഫിൽ തന്നെ അവർ എഴുതി വെക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ധവളപത്രത്തിൽ പറഞ്ഞത് എന്താണ്? പൊതുകടത്തെ പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് തെളിഞ്ഞു. അടിയന്തര കുടിശ്ശികയെ സംബന്ധിച്ച് പറഞ്ഞ കണക്കുകൾ തെറ്റായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല, കണക്കുകളും പറയുന്നില്ല. വരുമാനത്തെ സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ വിവരാവകാശ രേഖ പുറത്തു വന്നതിലും നമ്മുടെ മുമ്പുണ്ട്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലും, അതായത് ഭരണം ഒഴിഞ്ഞ് പുതിയ സർക്കാർ വരുന്ന സമയത്തും ഇതാണ്. അപ്പോൾ ധവളപത്രം എന്ന് താങ്കൾ ഈ പറഞ്ഞതിൽ ഒരു സാങ്ക്ടിറ്റി ഇല്ലാതായി പോയില്ലേ? നോക്കൂ, 5 ലക്ഷത്തിലധികം കോടി, 5,07,000 കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു സംസ്ഥാന സർക്കാർ. പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞത് എത്രയാണ് റജി? പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞത് എത്രയാണ്? 5 ലക്ഷത്തിലധികം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അദ്ദേഹം 5 ലക്ഷത്തിലധികം തികഞ്ഞ കണക്കാണ് പറഞ്ഞത്. ഞാൻ പറയാം, 2016 സർക്കാർ അധികാരത്തിൽ ഇറങ്ങുമ്പോൾ പൊതുക്കടം 1,57,000 കോടി രൂപയായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞത് 5 ലക്ഷം പൊതുകടം എന്നാണോ? അങ്ങ് പറയുന്ന കണക്ക് ശരിയല്ല എന്ന് അന്നത്തെ ധനകാര്യമന്ത്രി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനോ പരിശോധിക്കാനോ തിരുത്താനോ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം തയ്യാറായോ? പകരം അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് ഈ ധവളപത്രത്തിലെ കണക്ക് വന്നപ്പോഴല്ലേ? അദ്ദേഹം ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കണക്കേയല്ല ധവളപത്രത്തിൽ പൊതുകടവുമായി ബന്ധപ്പെട്ട് തർക്കിക്കുന്നു, വിയോജിക്കുന്നു. കണക്ക് വെച്ച് താങ്കൾക്ക് മറുപടി പറയാം. അത് മാത്രം. കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിലെ കണക്കുകൾ പ്രകാരം, അതായത് CNAGയുടെയും അതേപോലെ റിസർവ് ബാങ്കിൻ്റെയും കണക്കുകൾ പ്രകാരം 5,07,000 കോടി രൂപ ആസോൺ മാർച്ച് 31 കേരളം കടബാധ്യതയിലാണ്. ഇനി കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ 48,733 കോടി രൂപ. ധവളപത്രം നമ്മളിരുന്ന് വായിക്കാനാണെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പൊതുകടത്തിൻ്റെ കണക്കിൽ പറഞ്ഞ തുകയും ധവളപത്രത്തിൽ പറഞ്ഞ തുകയും ഒന്നാണോ? അതെന്തൊരു ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ ധവളപത്രം, കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അതല്ലേ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞത് ശരിയല്ലായിരുന്നു എന്ന് സമ്മതിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റജി പറഞ്ഞതിൽ നിന്ന്. നോക്കൂ, അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദം. നോക്കൂ, 6,000 കോടി രൂപയുടെ ഭൂമി കച്ചവടം ഒന്നല്ലേ പണ്ട് 6,000 കോടി രൂപയുടെ ഭൂമി കച്ചവടം ഒന്നല്ലേ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച്? അങ്ങനെ പോസ്റ്റ് മാറ്റല്ലേ? ചോദ്യം സ്പെസിഫിക് അല്ലേ? ആ ചോദ്യം മാത്രം. അരുൺ, രണ്ടുപേർക്ക് ഞാനൊരു അവസരം തരാം. അത് മാത്രം പ്ലീസ്, ദയവായി അരുൺ, അദ്ദേഹം പറഞ്ഞത് വെച്ച്. അല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി കോൺഗ്രസ് പ്രസ്താവിച്ചുകൊണ്ടിരുന്ന തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇഷ്ടത്തെ നിരന്തരമായി എതിർത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടുവരികയാണ്. ഇപ്പോൾ 6,000 കോടി രൂപയുടെ കടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എത്ര നുണപ്രചരണം നടത്തി. ഓരോ കേരളത്തിന്റെ ചരിത്രം എടുത്ത് ഓരോ 5 ലക്ഷം കോടി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതെ, 6 ലക്ഷം കോടി. ഇപ്പൊ 5,07,000 എന്ന് പറയുമ്പോൾ കുറഞ്ഞു വന്നല്ലോ.
ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 കൊല്ലം 2011 മുതൽ 16 വരെ 100% കടം വർദ്ധിച്ചത്. എത്രയാണോ അതിന്റെ ഇരട്ടിയായി മാറി. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും 50-55% വർധനവിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ 17ാം സ്ഥാനത്താണ് കേരളം. കടവും GDPയും തമ്മിലുള്ള അനുപാതം നോക്കിയാൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. ഇത്തരത്തിൽ കണക്കുകൾ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇത് അംഗീകരിച്ച് പുറത്തുവിടുന്നു. നീതി ആയോഗിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ചില മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രചരണങ്ങളെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെ പൊളിച്ചടക്കിയിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ കോൺഗ്രസിന്റെ നിരീക്ഷകരും കോൺഗ്രസിന്റെ വക്താക്കളും ഒന്നും അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്? കാരണം യഥാർത്ഥത്തിലുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോ ബജറ്റിൽ എന്തൊക്കെ നുണയാണ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. എത്ര നുണ പറഞ്ഞാലും വസ്തുതകൾ നമ്മുടെ മുന്നിൽ വസ്തുതയായിട്ട് തന്നെയുണ്ട്. റൈറ്റ്. ശ്രീ ജയചന്ദ്രൻ, ഈ സംസാരിച്ച ഒരു വിഷയത്തിലേക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ് മലയാള മനോരമ തന്നെ സംബന്ധിച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ, ഞാൻ ആവർത്തിക്കുന്നില്ല, 5000-ൽ പരം കോടി രൂപയുടെ വർധനവ് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷവുമായി ഇതേ മാസങ്ങളിലെ അന്നത്തെ വരുമാനവുമായി താരതമ്യം ചെയ്ത്. മനോരമ എഴുതിയത് മറ്റൊന്നുകൂടിയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് മെയ് 18 വന്ന തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്ന സർക്കാരിനല്ല കേട്ടോ എന്ന് മലയാള മനോരമ എഴുതുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഉത്തരം വ്യക്തം. അതുപോലെ പൊതുകടത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞതും ധവളപത്രം അവതരിപ്പിച്ച കണക്കും മറ്റൊന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ അടിയന്തരമായി സർക്കാർ, അതായത് പിരിഞ്ഞു പോകുന്ന സർക്കാരിന് വേണ്ടി വരാൻ പോകുന്ന സർക്കാർ കൊടുക്കേണ്ടതായ കുടിശ്ശിക, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക എന്ന് ശ്രീ ജയചന്ദ്രൻ ഓർമ്മയുണ്ടാവും. 1 ലക്ഷം കോടി എന്നാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസാരിച്ചപ്പോഴാകെ പറഞ്ഞത്. അദ്ദേഹം തന്നെ വെച്ച ധവളപത്രം പറയുന്നത് അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടത് 20,000 കോടി, ആകെ കുടിശ്ശിക എന്ന് പറയുന്നത് 48,000 കോടി. 1 ലക്ഷം കോടി എവിടെ നിൽക്കുന്നു? ഈ കണക്കുകൾ എവിടെ നിൽക്കുന്നു? 6 ലക്ഷം കോടി എവിടെ നിൽക്കുന്നു? ധവളപത്രം പറഞ്ഞ കണക്ക് എവിടെ നിൽക്കുന്നു? ധവളപത്രം തന്നെ പറഞ്ഞ കണക്ക് എത്ര അവിടെ നിൽക്കുന്നു എന്ന പ്രശ്നം. ഇപ്പോൾ തന്നെ വരുമാന വർധനവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നിലയിൽ സർക്കാർ, കഴിഞ്ഞ സർക്കാരിനെ പഴിചാരാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാത്തൊരവസ്ഥ ഈ സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഇത് പിന്നെ ഇപ്പൊ ആദ്യ ഭാഗം അരുണും റജിയും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അവര് പറഞ്ഞതിന്റെ ഒരു പൂർണ്ണമായ തുടർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. ചുരുക്കി പറയാം. ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് പ്രവർത്തനക്ഷമമായിരുന്ന ഖജനാവാണ് കേരളത്തിൻ്റെത് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട നാളുകളാണ് കഴിഞ്ഞു പോയത്. അവിടെയാണ് എന്റെ ആർഗ്യുമെന്റും അവിടെ തന്നെയാണ്. അതിൽ റജിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് എനിക്കറിയേണ്ട. ഞാൻ ആകാംക്ഷയോടെ പിന്നെ ചോദിക്കാനിരിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് അല്ലായിരുന്നു കൈമാറി കിട്ടിയത്. വളരെ പ്രവർത്തനക്ഷമമായ റവന്യൂ വരുമാനവും റവന്യൂ ഇതര വരുമാനവും നന്നായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ 5 വർഷം മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിയ ഒരു ഖജനാവ് തന്നെയാണ് പുതിയ ഗവൺമെന്റിലേക്ക് പകർന്നു കിട്ടിയത് എന്ന് ഇതിലും ഭംഗിയായിട്ട് തെളിയിക്കണോ റജി? ആരെങ്കിലും തെളിയിക്കണം. തെളിയിക്കാൻ നിങ്ങൾക്കൊരിക്കലും മറിച്ച് തെളിയിക്കാൻ കഴിയില്ല. ബജറ്റിൽ എന്ത് ട്രപ്പീസ് നിങ്ങൾ നടത്തിയാലും ശരി, ഈ വർഷം, ഈ നടപ്പ് ധനകാര്യ വർഷത്തിന്റെ 3-ാം പാദത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ വരെ കേരളത്തിന്റെ ധനകാര്യ നില നല്ല മാനേജ്മെന്റിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് കൈമാറിയത്. അതിന്റെ നേട്ടം കിട്ടുന്നത് ഈ ഗവൺമെന്റിനാണ്. ഈ ഫിസ്ക്കൽ ഇയറിന്റെ 3rd ടേം വരെ അത് കിട്ടുകയും ചെയ്യും. അതിന് പിന്നെ ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടെ വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു നിലയ്ക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ കണക്കുകൾ വെച്ച് നിഷേധിക്കൂ, മറുപടി കൃത്യമായി തരാം, ഒരു സംശയവുമില്ലാതെ തരാം. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പിന്നെ റജി ന്യായീകരിച്ച ഈ പ്രശ്നമുണ്ടല്ലോ, സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന പ്രശ്നം. ആ പ്രശ്നത്തിൽ പിന്നെ ഇത് ജനങ്ങളുടെ ഒരു തരത്തിലും ജനപ്രിയമാകാത്തൊരു പരിപാടിയാണെന്നുള്ളതിന്റെ ഏതാനും കണക്കുകൾ ഞാൻ റജി ഇപ്പൊ അങ്ങോട്ട് പറയുകയാണ്. താങ്കൾ അതിന് മറുപടി പറയുമെങ്കിൽ പറയും. ഇവിടെ ആകെയുള്ള കണക്കാണ് ഗതാഗത മന്ത്രിയുടെ മുമ്പിലുള്ള KSRTC നൽകിയ കണക്കാണ് ഞാൻ ഇനി വായിക്കുന്നത്. കേരളത്തിൽ ആകെ KSRTC ബസ്സുകളുടെ എണ്ണം 4609. അതിൽ ഓടുന്നവ 4400. അതിൽ പ്രതിദിനം 21 ലക്ഷം യാത്രക്കാർ. അതേസമയം സ്വകാര്യ മേഖല എടുത്താൽ കേരളത്തിൽ 11,936 സ്വകാര്യ ഓർഡിനറി ബസ്സുകളുണ്ട്. അതായത് സ്വകാര്യ ബസ്സുകളുടെ
പ്രതിദിന യാത്രക്കാർ 57 ലക്ഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ. ആകെ മറ്റേത് 21 ലക്ഷമാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോ അങ്ങനെ കൂട്ടുമ്പോൾ ആകെ 78 ലക്ഷം പ്രതിദിന യാത്രക്കാർ. KSRTC-യിൽ 21 ലക്ഷത്തിൽ 10 ലക്ഷം യാത്രക്കാരാണ് വനിതകൾ. കേട്ടോ, 10 ലക്ഷം യാത്രക്കാർ വനിതകളാണ് ഈ പറഞ്ഞ 21 ലക്ഷത്തിൽ. അങ്ങനെയെങ്കിൽ ആകെ 76 ലക്ഷം യാത്രക്കാരിൽ 39 ലക്ഷം യാത്രക്കാർ വനിതകൾ. അതിൽ KSRTC-യിലെ 10 ലക്ഷത്തിന് സൗജന്യം, ബാക്കി 29 ലക്ഷം സ്ത്രീ യാത്രക്കാർ പുറത്ത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ സൗജന്യ യാത്ര സ്ത്രീ യാത്രക്കാരിലെ 26% മാത്രമാണ് കേരളത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രിയദർശിനി പദ്ധതി ജനകീയമാണെന്ന് പറയാൻ കഴിയില്ല. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കണക്കുകൾ എൻ്റെ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. പിന്നെ റജി, അദ്ദേഹത്തിന്റെ ചോദ്യം സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു വെച്ചത് വെച്ചിട്ട്. ബഹുമാനായ ജയചന്ദ്ര സാറിനോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞു 10 ലക്ഷം സ്ത്രീകളാണ് KSRTC യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നു. അതായത് കേരളത്തിലെ 10 ലക്ഷം സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യമായി കേരളത്തിൽ യാത്ര ചെയ്യാനുള്ള അവകാശം, അവർക്ക് ആ ഒരു കേരളത്തിൻ്റെ ആദരവ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് ഈ സൗജന്യം നൽകുന്നതിന് അനുകൂലമാണോ പ്രതികൂലമാണോ? അങ്ങ് കണക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ സ്പെസിഫിക് അഭിപ്രായം എന്താണ്? ഈ ഒരു സൗജന്യം നൽകുന്നതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? അങ്ങ് കണക്ക് പറഞ്ഞ് വാഗ്ദാനം പാലിക്കുന്നേ. അതെ, വാഗ്ദാനം പാലിക്കൂ. ഇലക്ഷൻ നിങ്ങൾ പറഞ്ഞ എന്താ? എല്ലാ ബസ്സിലും കയറി പോകാന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് വീട് തോറും കയറി ഇറങ്ങിയല്ലേ പറഞ്ഞത്. അത് പാലിക്കണം, അതേ ഉള്ളൂ. അങ്ങ് നോക്കൂ, ഏത് പർവ്വതവും കയറുന്നത് ആദ്യത്തെ തുടക്കം ഒരു സ്റ്റെപ്പിലായിരിക്കും, അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പ്. ഇന്നലെ തുടങ്ങിയ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഒരു ജനകീയ പദ്ധതിയെ സംബന്ധിച്ച് ഓർഡിനറി ഇങ്ങനെയല്ല പറഞ്ഞത് റജി. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന വാഗ്ദാനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ നിങ്ങൾ വെള്ളം ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഓഫർ ചെയ്ത ഒരു 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 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് ചെയ്യേണ്ടതാണ്, അതിലെന്താ സംശയം? ശരത്തെ പറഞ്ഞോളൂ. ചോദ്യം എന്നോടല്ല. അല്ല, റജിയോട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, അതിനോട് ചേർത്ത് മറുപടി പറഞ്ഞാൽ നന്നായി. അതുകൊണ്ടാ പറഞ്ഞോട്ടെ. പറയൂ സാർ, പറ. അല്ല, പിന്നെ ഇപ്പോ 1000 രൂപ വീതം കൊടുത്തിരുന്ന പദ്ധതി പിന്നെ അരുൺ പറഞ്ഞല്ലോ നിങ്ങൾ നിർത്തലാക്കി, മെയ് മാസം മുതൽ നിർത്തലാക്കി. എന്റെ ഒരു സംശയം ഇതാണ് റജി, അതൊരു പുതിയ ക്ഷേമ പദ്ധതിയായിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ ആവിഷ്കരിച്ചത്. ഒരു സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഒരു കാരണവും പറയാതെ അവസാനിപ്പിക്കാൻ അടുത്ത സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള അവകാശം ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണഘടനാപരമായി നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുണ്ടോ? അതോ നിങ്ങൾ പിന്നെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയും, പറയട്ടെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്ന ആ ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് അങ്ങ് തീരുമാനമെടുക്കുകയല്ലേ ഇത്? അപ്പോ ജനങ്ങളുടെ മേൽ കുതിര കയറ്റം ഇപ്പോഴേ തുടങ്ങി എന്നല്ലേ സാധാരണക്കാർ അനുമാനിക്കേണ്ടത്? ഇതുകൊണ്ട് ചോദ്യം മറുപടി, അതിനുശേഷം ഞാൻ അരുണിലേക്ക് വരാം. നോക്കൂ സാർ, ഈ സ്ത്രീകൾക്ക്, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി 2021 LDF സർക്കാർ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലുണ്ടായിരുന്നു. അത് നടപ്പാക്കിയത് 4 വർഷം കഴിഞ്ഞ് 5ാം വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇത് ഒരു പുതിയ സർക്കാർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ, ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു തുടക്കം, അത് കേരളത്തിലെ ജനങ്ങൾ വലിയ ആഹ്ലാദത്തോടെ അത് സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റ് പദ്ധതികൾ ഏതെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അങ്ങേക്ക് എവിടെ നിന്ന് ലഭിച്ചു എനിക്കറിയില്ല. കുടിശ്ശിക വരുത്തി നോക്കൂ, കുടിശ്ശിക വരുത്തി റജി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയ LDF സർക്കാരിന്റെ പറയാനുള്ളത്. ഞാൻ പറയാം, ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇത് കുടിശ്ശികയുണ്ട്, അത് കൊടുത്തു തീർക്കുന്നു, ഘട്ടം ഘട്ടമായി കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഡിസംബർ മാസത്തിൽ ഞാൻ ആ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഒക്ടോബറിൽ കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ
ഡിസംബറിൽ ഏതാണ്ട് ക്രിസ്മസ് കാലത്താണ് ഈ ക്ഷേമനിധി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തുക 18 ആളുകളിലേക്ക് മാസം. വന്നു തുടങ്ങിയത്. 18 മാസം. അതെ, കുടിശ്ശിക വന്നൂന്നേ. കുടിശ്ശിക പക്ഷേ ഒരു സർക്കാർ കാലാവധി തീരും മുമ്പ് കൊടുത്തു തീർക്കാൻ കാട്ടിയ ജാഗ്രത ആ സർക്കാരിന് അവകാശപ്പെടാം. 2, ലീവ് സറണ്ടറിൻ്റെ കാര്യത്തിൽ ലീവ് സറണ്ടർ ഈ ജൂൺ മാസത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഇറക്കിയ ഉത്തരവ് പോലെ ഇറക്കിയിട്ടില്ല. അതെന്താണ്? വരുമാനം കുറഞ്ഞവർക്ക് പണമായി തന്നെ വാങ്ങാം. ആ നിലയിലുണ്ടായിരുന്ന ലീവ് സറണ്ടറിൽ ഇപ്പോൾ എന്തൊരു വെട്ടാണ് വെട്ടിയിരിക്കുന്നത്. എന്തൊരു വെട്ടാണ് വെട്ടിയത്. ഈ 35-33 ലക്ഷം വരുന്ന 1000 രൂപ വെച്ച് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നിന്ന് 32 ലക്ഷത്തോളം വരുന്ന ബെനിഫിഷ്യറീസ് ഉള്ള ആ സ്കീമിൽ ഈ സർക്കാർ വന്നതിന് ശേഷം പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സർക്കാർ അത് മെല്ലെ അട്ടിമറിക്കാൻ പോകുന്നു, അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ഒരു തോന്നൽ ശക്തമായത് സമൂഹത്തിൽ. ആ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ ഒരു ചർച്ചയ്ക്ക് ഉറപ്പല്ലേ? അല്ലെങ്കിൽ അങ്ങനെയല്ലാന്ന് കാട്ടിത്തരേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് ചെയ്തിട്ടില്ല. ഞാൻ അനുബന്ധമായ കാര്യങ്ങളും പറഞ്ഞല്ലോ റജി. പകരം റജി ചിരിക്കുക മാത്രമാണ് ചെയ്തത്. 19-ാം തീയതി പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം അതിലായിരിക്കും വരിക. അതാണ് ഒരു സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. പിന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കേരള സർക്കാരിൽ സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 7 വർഷമായി സറണ്ടർ ഇവിടെ ഡെഫർ ചെയ്തിരിക്കുകയായിരുന്നു LDF സർക്കാർ. കുടിശ്ശിക ഒരു ശമ്പള പരിഷ്കരണം നടപ്പാക്കാതെ ഇറങ്ങിയ സർക്കാർ എന്ന് പറയുന്ന ഉള്ളത് ഈ 2ാം LDF സർക്കാരിനാണ്. 286 ദിവസത്തെ DA കുടിശ്ശികയാണ് ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകാനുള്ളത്. 294 മാസത്തെ DRNS ആനുകൂല്യമാണ് പെൻഷൻകാർക്ക് നൽകാനുള്ളത്. ഇവിടെ മെഡിസെപ്പ് തകർത്തു, അത് ഇല്ലാതാക്കി. അതുപോലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞു. എന്തായി? ശമ്പള പരിഷ്കരണത്തിൻ്റെ DA ആനുകൂല്യം കൊണ്ടുവന്നല്ലോ. അത് നിങ്ങൾ അട്ടിമറിക്കാൻ പോവല്ലേ? 20 മാസത്തെ കുടിശ്ശിക നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും പെൻഷൻ രംഗത്തേക്ക് സർക്കാർ ജീവനക്കാർക്ക് റജി, താങ്കൾ സർക്കാർ ജീവനക്കാരനായിരുന്ന ആളല്ലേ? അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവന്നു. എവിടെ പെൻഷൻ സ്കീമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതെന്ത് ഏത് ഘട്ടത്തിലായി? അത് കഴിഞ്ഞ സർക്കാർ അത് നടപ്പാക്കി, അതിന്റെ ചട്ടം മുന്നോട്ട് കൊണ്ടുവന്ന് പുതിയ ഏപ്രിൽ അത് വന്നു, ഉത്തരവ് വന്നു കഴിഞ്ഞു. അത് ഏറ്റെടുക്കാൻ പോലും സതീശൻ സർക്കാർ തയ്യാറല്ല. ഓർഡിനൻസിലൂടെ ശമ്പളം പിടിച്ചു വെച്ചത് കഴിഞ്ഞ സർക്കാരാണ്. ശമ്പള പരിഷ്കരണത്തിന്റെ ഇല്ലാതാക്കി, ലീവ് ഡെഫർ ചെയ്തു, ഇല്ലാതാക്കി, ആശ്രിത നിയമനത്തിൽ കടന്നു കയറി, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് 14 അരുൺ, ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ റജി അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നു. പഴയ പോയിന്റ്സ് എടുത്തു വെച്ച് ചർച്ച ചെയ്താൽ ഇപ്പോൾ സർക്കാർ ഭരിക്കുന്ന നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാവില്ല. 1. 2, കുടിശ്ശിക ആ കാലത്തുണ്ടായിരുന്നു. അതിന് കൃത്യമായ കാരണം ആ സർക്കാർ പറയുന്നു. കേന്ദ്രം വരുത്തിയിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ആ സർക്കാരിൻ്റെ അവസാന കാലമായപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കുടിശ്ശികകൾ കൊടുത്തു തീർത്തു. ശമ്പള കമ്മീഷനെ വെച്ചു. UDF സർക്കാർ എന്താ ചെയ്യുന്നത്? ശമ്പള കമ്മീഷൻ തന്നെ ഇനി ഇല്ലാതാകാൻ പോകുന്നു 10 വർഷത്തിനപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? പെൻഷൻ സ്കീമിൻ്റെ കാര്യത്തിൽ അഷ്വേർഡ് പെൻഷൻ സ്കീം ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതും നിങ്ങൾ റദ്ദ് ചെയ്യാൻ പോകുന്നു. നോക്കൂ അരുൺകുമാർ, പകരം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കണ്ടത് ലീവ് സറണ്ടർ പൂർണ്ണമായും പുതിയ ഉത്തരവ് പ്രകാരം വെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ ആരംഭിച്ചു. പ്രധാന അധ്യാപകരെ അടക്കം സ്ഥലം മാറ്റുന്നു. ഈ ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ഓൺലൈനിലൂടെ സുതാര്യമായി കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളം കണ്ടുശീലിച്ച അഴിമതിയും പണപ്പിരിവും പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ട ഈ സ്ഥലം മാറ്റങ്ങളിലെ, അത് ആരോഗ്യരംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, മറ്റേത് സർക്കാർ രംഗത്താകട്ടെ ഉണ്ടായിരുന്ന ആ ഓൺലൈൻ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് പൂർണ്ണമായും അട്ടിമറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഴിമതിയുടെ പണപ്പിരിവിൻ്റെ ചാകരക്കാലം കേരളത്തിൽ വരാൻ പോവുകയാണോ? വാർത്തകൾ വരികയാണ്. ഈ കേവലം 3 ആഴ്ച കൊണ്ട് വന്ന കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അരുൺ, യെസ്, ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന അതേ വാചകം ഇപ്പോൾ ആവർത്തിക്കുന്നു. പഴയ CD തന്നെ എടുത്തുകൊണ്ടാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോവിഡിന്റെ ഏറ്റവും ദുരന്ത കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഏറ്റവും ഉജ്ജ്വലമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അതിനുശേഷം നമുക്കറിയാം കേന്ദ്ര അവഗണനയ്ക്കിടയിലും ആ ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോയി. പിന്നീട് ഇപ്പോൾ ഈ അവസാന കാലത്ത് ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അത് നടപ്പാക്കാനുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടാ പോയേ. ഇപ്പൊ എന്താ UDF തീരുമാനിച്ച്? UDFന്റെ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ശമ്പള പരിഷ്കരണം 10 കൊല്ലം കൂടുമ്പോൾ മതി എന്നാണ്.
അതായത് കോവിഡ് കാലത്ത് 2021 ആദ്യഘട്ടത്തിൽ LDF സർക്കാർ വലിയ ശമ്പള വർധനവ് നടത്തിയ സാഹചര്യത്തിൽ 10 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ പിന്നെ 2031 മതിയെന്നാണ് UDF പറയണേ. LDF എന്ത് പറഞ്ഞാൽ പോയേ? അതിനുവേണ്ടി കമ്മീഷനെ വച്ച് അത് 3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും DA കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തും ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവനക്കാരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ചിട്ടാണ് LDF ഗവൺമെന്റ് പോയത്. അന്നൊക്കെ നമ്മൾ കേട്ടൊരു വാചകം ഉണ്ടല്ലോ, ഏത് കടമെടുക്കേണ്ട, ഒരു കടവും എടുക്കേണ്ട, കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റി? ഇപ്പോൾ കടമെടുക്കുന്ന മാന്ത്രിക വിദ്യ എവിടെ പോയി? ഇപ്പോൾ ആദ്യം 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പോൾ 6000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ. എന്താണ് പറഞ്ഞത്, എന്താണ് പ്രവൃത്തിയിൽ എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇത് മാത്രമാണോ? ഇപ്പോൾ അങ്ങോട്ട് പോയേ എന്താ പറഞ്ഞേ? PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞില്ലേ, അത് ഘടകവിരുദ്ധമായി ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ അതിനെ എതിർത്തില്ല. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വാക്ക് സംസാരിച്ചിട്ടില്ല. മന്ത്രിസഭ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പോട്ടെ, 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം ഞാൻ പരിഹരിക്കും. നമ്മൾ കേട്ടതല്ലേ, 10 മിനിറ്റ് 10 ദിവസം, ഇപ്പോഴത്തെ 1 മാസം തികയാൻ പോകുന്നു. മുനമ്പം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അലർജി ആയിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ. എന്തി അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഇതുവരെ ഒഴിയാത്തത്? മോടി പിടിപ്പിക്കലാണോ അതോ അറ്റകുറ്റപ്പണിയാണോ? ക്ലഫ് ഹൗസ് മുഴുവൻ മോടി പിടിപ്പിച്ച് കോടികൾ മുടക്കുമ്പോൾ അത് വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളാക്കില്ല. കാരണം VD സതീശന് വേണ്ടിയിട്ടല്ലേ അത് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പറയുന്നതൊന്ന്, പ്രവൃത്തി ഒന്ന്. കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധവളപത്രത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടു. നമ്മുടെ മുന്നിൽ നീതി ആയോഗിന്റെ കണക്കുള്ളപ്പോൾ UDFന് എന്ത് നീതി ആയോഗ്? നുണ പറയാൻ, ആ നുണ കൃത്യമായി പ്രചരിപ്പിക്കാൻ ഇവരൊരു വസ്തുതാപരമായിട്ടുള്ള കണക്ക് നോക്കുന്നില്ല. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇന്നൊരു പരാതി എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത ആ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ CPM എതിർക്കുന്നു, CPMകാരായ വനിതകൾ പണം കൊടുത്ത് യാത്ര ചെയ്യും എന്നെല്ലാം ഗോവിന്ദൻ മാഷ് പറഞ്ഞതായിട്ട് കോൺഗ്രസിന്റെ പ്രൊഫൈലിൽ വലിയ പ്രചരണം. അതായത് എത്ര പച്ചയായ കള്ളമാണ് കോൺഗ്രസ് നിരന്തരം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരംഭിച്ച പ്രചരണം ഇപ്പോഴും തുടരുകയാണ്. അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നിരന്തരമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തു നുണയും പറയാം, പറഞ്ഞ വാക്ക് അങ്ങനെ മാറ്റി പറയാം. ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്ന് ശ്രീ K മുരളീധരൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ഗവൺമെന്റ് മാറിയത് ആനയെ അറിഞ്ഞില്ല, കാട്ടാനെ അറിഞ്ഞില്ല എന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടില്ലേ. ഇതുപോലെയുള്ള മന്ത്രിമാർ നിരവധി, ഓരോ മന്ത്രിമാരുടെ പ്രസ്താവന എടുത്താൽ ഈ ചർച്ചയൊന്നും ഇപ്പൊ തീരില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ എത്ര നുണ പ്രചരിപ്പിച്ചാലും ജീവനക്കാരെ നെഞ്ചോട് ചേർത്ത ഗവൺമെന്റാണിത്. ഇപ്പോൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിച്ചു. NGO അസോസിയേഷന്റെ കത്തിനെ തുടർന്ന് മാറ്റുന്നു. നമ്മൾ കണ്ടില്ലേ ഉത്തരവില്, കോടതി എടുത്തത് തോട്ടിക്കളഞ്ഞില്ലേ. എത്രയോ കേസുകളിൽ ട്രൈബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഹൈക്കോടതിയും ഇടപെട്ടു. ട്രാൻസ്ഫറിനൊക്കെ ഒരു മര്യാദയില്ലേ? ഇവിടെ കോടികൾ, ലക്ഷങ്ങൾ മേടിച്ച് ട്രാൻസ്ഫർ തട്ടിപ്പ് നടത്തിയ സാഹചര്യത്തിലാണ് എല്ലാം ഓൺലൈനിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാക്കിയത്. 10 കൊല്ലം ഭരിക്കുമ്പോൾ LDF സർക്കാരിന് ഈ രംഗത്ത് എത്രയോ ട്രാൻസ്ഫർ നടത്താമായിരുന്നു. പക്ഷെ എല്ലാം ഒരു രാഷ്ട്രീയ പരിഗണനയും കൊടുക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കിയ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്, പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്ര NGO അസോസിയേഷന്റെ കത്തിന്റെ പുറകിൽ ട്രാൻസ്ഫർ, തിരുവനന്തപുരത്തുള്ളവരെ നേരെ വയനാട്ടിലേക്ക്, കാസർഗോഡുള്ളവരെ നേരെ കൊല്ലത്തേക്ക്, വൈരാഗ്യം തീർക്കുന്ന ട്രാൻസ്ഫർ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ റിട്ടയർ ആകുന്ന പ്രായത്തിൽ അവസാനത്തെ 1 കൊല്ലം 2 കൊല്ലം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് വിവിധ വകുപ്പുകളിൽ. നിയമപരമായിട്ടുള്ള ആ ശുപാർശകൾ, വകുപ്പുകൾ എല്ലാം കാറ്റിൽ പറത്തി അട്ടിമറിച്ച് കള്ളപ്പരാതികൾ എഴുതി ഉണ്ടാക്കിയവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ 1 മാസം തികയുന്നതിന് മുമ്പ് എല്ലാ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രക്രിയക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും, അതിശക്തമായിട്ടുള്ള പ്രതികരണമുണ്ടാകും, അതിശക്തമായിട്ടുള്ള പ്രതിരോധമുണ്ടാകും. കോടതികൾ ഇടപെട്ടു പല ഘട്ടത്തിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഹണിമൂൺ കാലത്ത് തന്നെ അളിയനെ കൊണ്ടുപോയ ആ അളിയനെ കൈവിടേണ്ടി വന്നില്ലേ, രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ. ഇപ്പോൾ സർക്കാർ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഷം അഭിഭാഷകനെ വാദിഭാഗം അഭിഭാഷകനാക്കി മാറ്റുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഇങ്ങ് വന്നാൽ കൂടുതൽ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞ മന്ത്രിയുടെ എക്സ്പ്ലനേഷൻ, അതെല്ലാം കൃത്യമായി മുഖ്യമന്ത്രിക്ക് വിട്ടതാണ് എന്നുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ രംഗത്തും വച്ചകാല് പിറകോട്ട് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം UDFന് വരികയാണ്, മന്ത്രിമാർക്ക് വരികയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ലീഗിന് മിണ്ടാട്ടമില്ല,
പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലീഗിന്റെ മന്ത്രിമാർ പറയുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സർവകലാശാല വൈസ് ചാൻസലർമാരായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുന്നു, ലീഗിന് മറുപടിയില്ല. 19 സെനറ്റ് അംഗങ്ങളെ RSSകാരെ തിരികെ കയറ്റുന്നു, ലീഗിന് മറുപടിയില്ല. അതുപോലെ തന്നെ മോഹൻ ഭഗവത്തിന്റെ യോഗത്തിൽ മുൻനിരയിൽ പോയി അച്ചടക്കത്തോടെ VC-മാർ ഇരിക്കുമ്പോഴും ലീഗിന്റെ മന്ത്രിക്ക് ആ വിഷയത്തിൽ മാത്രം കമന്റ് ഇല്ല എന്ന് പറയുന്ന വളരെ ലജ്ജിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. റൈറ്റ്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഈ ആഴ്ചകൾ പിന്നിട്ട ഒരു ഭരണത്തിൽ കണ്ടൊരു പ്രധാനപ്പെട്ട പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുമ്പ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു, അതായത് കേരളത്തിൽ അഴിമതി വലിയ തോതിൽ, അഴിമതി ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനം എന്നൊരു നിലയിലേക്ക് കേരളം മാറിയിരുന്നു. അതിൻ്റെ ദേശീയ കണക്കുകളിൽ അത് വ്യക്തമായി സൂചിപ്പിച്ചു. രാഷ്ട്രീയ തലത്തിലെ അഴിമതി പൂർണ്ണമായി അവസാനിക്കുകയും ഉദ്യോഗസ്ഥതല അഴിമതിയുടെ സാധ്യതകളെ വലിയ തോതിൽ കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സ്ഥലം മാറ്റം എന്നുള്ളത്. UDF ഭരണകാലത്ത് അത് വലിയ തോതിൽ പണപ്പിരിവിൻ്റെ ഒരു ഏതാണ്ട് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത, സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു രീതിയാണ്. അതിലേതെങ്കിലും ആർക്കെങ്കിലും ഒരു നാണക്കേടൊന്നും തോന്നുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല എന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അതിൽ നിന്ന് കേരളം മോചനം നേടുന്നത് നമ്മൾ കണ്ടാണ്. ഓൺലൈനിലൂടെ ഇത് വന്നതോടുകൂടി ഉണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. ഇപ്പോൾ അത് വീണ്ടും പഴയ ഒരു പ്രവണതയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ വിവിധ തരം പകർച്ചപ്പനികൾ പിടിപെട്ട് കേരളം ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്, ആരോഗ്യവകുപ്പിൻ്റെ. പക്ഷേ ഇതിനിടയിലും ആരോഗ്യവകുപ്പ് ഇല്ലാത്ത തസ്തികകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് വർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന പേരിലേക്ക് അവിടേക്ക് ആളുകളെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു, എന്നിട്ട് മുമ്പുള്ള പോസ്റ്റിനനുസരിച്ച് അതിൽ നിന്ന് ശമ്പളം ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നു, അങ്ങനെ പുതിയ പദവികൾ ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് ഞാൻ ലീവ് സറണ്ടറിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അപ്പുറത്ത് സർക്കാർ അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിൻ്റെ വിവരങ്ങളും. അപ്പോൾ അങ്ങനെ ഈ പണപ്പിരിവിൻ്റെ ഒരു വലിയ സോഴ്സ് ഇതിനോടകം തന്നെ ആഴ്ചകൾ കൊണ്ട് തന്നെ ഈ ഭരണത്തിൽ ഓപ്പൺ ചെയ്തോ? അയ്യോ, അത് പറയാനില്ല. പിന്നെ ശരത്തെ, ഈ റജിയോട് സൂചിപ്പിക്കാനുള്ള, റജി ഇങ്ങനെ വിസ്മയിപ്പിക്കരുതേ എന്ന് UDF-കാർ പോലും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ശരത്ത് ചോദിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താങ്കൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ഭാഗമൊക്കെ ആയിരുന്ന ആളല്ലേ, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചുരുങ്ങിയത് ശരത്തെ, ഏറ്റവും ചുരുങ്ങിയതെന്ന് പറയുന്നത് അതാണ് അമ്പരപ്പിക്കുന്ന, കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചുരുങ്ങിയ തുടങ്ങുന്നത് പിന്നെ 20 ലക്ഷത്തിലാണ്. അതിൽ കുറഞ്ഞൊരു റേറ്റ് പറയുന്നില്ല. ഏതിനാണ് ഈ റേറ്റ്? ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആ ഉപകാരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. ഏത് പോസ്റ്റിനാണ് 20 ലക്ഷം? ട്രാൻസ്ഫറിനാണ് 20 ലക്ഷം ഒക്കെ വരുന്നത്. പുതിയ പോസ്റ്റിന് 1 കോടി രൂപ ചോദിച്ച പോസ്റ്റ് എനിക്കറിയാം. 1 കോടി രൂപ ചോദിച്ച ഞാനും അത് കേട്ടിരുന്നു. അത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഒരു സ്ഥാപനത്തിന്റെ മേലധ്യക്ഷനാണ് ആ പോസ്റ്റ്. വ്യവസായ വകുപ്പില് ഇങ്ങനൊന്നും അല്ല നടക്കുന്നത്. വ്യവസായ വകുപ്പിലെ കാര്യങ്ങൾ കേൾക്കുന്നത് സ്ഥലത്തെ കേരളത്തിന് തന്നെ അതീവ വിനാശകരമാവുന്ന രൂപത്തിൽ KMML നമ്മുടെ ഏറ്റവും അഭിമാനകരമായ പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്ന നിലയ്ക്ക് തന്നെ അതിന് മേൽ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾ ഇപ്പൊ തന്നെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. അത് പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള നിലപാടിലേക്ക് പിന്നെ ഭരണ നേതൃത്വത്തിലെ ഏറ്റവും സുപ്രധാന പദവി വഹിക്കുന്ന ആൾക്കാർ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. അപ്പൊ ധവളപത്രം അതിന്റെ ഒരു ചൂണ്ടുപലകയായിരുന്നില്ലേ ധവളപത്രം? ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഓർത്തൊരു കാര്യം എന്താണെന്നറിയോ? കേരളം ഏറെ പണിപ്പെട്ട് 28ാം റാങ്കിൽ നിന്ന് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ ഏറ്റവും അധികം വ്യവസായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമുള്ള നാടായി കേരളം മാറി. വലിയ അധ്വാനത്തിലൂടെ കേരളം നേടിയെടുത്തൊരു നേട്ടമാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞ പണപ്പിരിവിൻ്റെ കാര്യത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തൊരു മികച്ച സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അതിനെ ഒന്ന് മാറ്റി പരിഭാഷപ്പെടുത്താമെന്ന് തോന്നുന്നു. അല്ല, അത് ഉറപ്പായിട്ടും ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ആർക്കും ഒരു മടിയുമില്ല. ഇതൊക്കെ രസമെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ. മാധ്യമങ്ങളിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചില പ്രധാനികൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോ പിന്നെ
ജിൻഡോ ജോണിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ, വക്താക്കൾ ചാനലുകളിലൊക്കെ വന്ന് ചർച്ച ചെയ്യുന്ന ആളാണല്ലോ, അവർ തന്നെ പറയുന്നുണ്ട് ഈ തരത്തിലുള്ള നടപടികളൊന്നും ശരിയല്ല. അത് റജിയും കേട്ടിട്ടുണ്ടാവും. പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് കൊട്ടാനും നടന്ന ആൾക്കാർ ഒട്ടനേകമുണ്ട്, കഴിവുള്ളവർ, യോഗ്യതയുള്ളവർ. അവരെ ഒന്നും പരിഗണിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നെ വരുന്ന ആൾക്കാരെ ഈ തിരികെ കയറ്റുന്ന സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തുള്ള ആരും അല്ല പ്രിയപ്പെട്ട റജി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ തന്നെയാണ് എന്നുള്ളത് ഈ ഭരണത്തിന്റെ മറ്റൊരു പിന്നെ എന്താണ് വിസ്മയമായി തന്നെ കരുതണമല്ലോ. പിന്നെ ഞാൻ അപകടകരമായ ഒരു കാര്യം ഞാൻ പറയാം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കാൻ പോവുകയാണ് അദ്ദേഹം. അതിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ റജി? അത് നോക്കാം, ബജറ്റ് വരുന്നുണ്ടോ നോക്കാം. ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. ഓഷ്യൻ ക്യാപിറ്റലിസം എന്നാണ് ആധുനിക ലോകം അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ, ഈ ബ്ലൂ എക്കോണമിയെ. അപ്പോൾ ഈ ഓഷ്യൻ ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷി വക്താക്കളാണ് BJPയും പിന്നെ കോൺഗ്രസ് അധികാര സ്ഥലങ്ങളിലെ കോൺഗ്രസ് നേതാക്കളും. അത് തന്നെ നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോകുന്നുള്ള ബജറ്റിൽ കാണാം. മറ്റൊന്ന് ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, ശരത് സൂചിപ്പിച്ചല്ലോ, RSSുമായിട്ടുള്ള ഈ VCമാരുടെ പ്രശ്നമൊക്കെ. ശരിക്കും റജി പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ കാണേണ്ടത്, അല്ലെങ്കിൽ കേരളം അനുഭവിക്കാൻ പോകുന്നത് സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന RSSന്റെ താല്പര്യം ഒരു ഭാഗത്തും, മറുഭാഗത്ത് മതനിരപേക്ഷ ദേശീയത എന്ന് പറയുന്ന മതനിരപേക്ഷ കക്ഷികൾ ഭരണഘടനയുടെ കീഴിൽ നിന്ന് വളർത്തിയെടുത്ത കാലം കൊണ്ടുവന്ന ദേശീയത, അതിനെ അടിയറ വെക്കാൻ പോകുന്ന സമീപനമായിട്ട് നടക്കുന്ന VCമാരെ മോഹൻ ഭാഗവതുമാരുടെ ചോട്ടടികളിൽ എത്തിക്കുന്ന താല്പര്യങ്ങൾ, അത് പുറത്തു വരുമ്പോഴേക്ക് അതിനെതിരെ മൃദുലമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇത് മറ്റൊരു വലിയ പ്രശ്നമായിട്ട് വളരാൻ പോകുന്നു. അത് കേരളത്തിൽ എമ്പാടും ഇനി ഈ വിമർശനങ്ങളുടെ ഒരു ഇത് പ്രതിപക്ഷമോ മാർക്സിസ്റ്റുകാരോ മാത്രം പറയാൻ പോകുന്നൊന്നുമല്ല, കോൺഗ്രസ്സുകാർക്ക് തന്നെ വാ തുറക്കേണ്ടി വരും റജി. ആ നിലയ്ക്കാണ് നിങ്ങളുടെ നേതൃത്വം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശരി, ഈ വിമർശനങ്ങളൊക്കെ കേട്ടല്ലോ. പണപ്പിരിവിൻ്റെ അങ്ങാടിപ്പാട്ടായി മാറുന്ന ഒരു കാലത്തിലേക്ക് അധികം വൈകാതെ പോകും ഈ ഭരണം. 3 ആഴ്ച തന്നെ നല്ല സൂചനകൾ നൽകുന്നു. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. താങ്കളിവിടെ ഉയർന്ന വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? മറുപടി അല്ലെങ്കിൽ വിശദീകരിക്കാനുള്ളത്, പറയാനുള്ളത്? നോക്കൂ ശ്രീ ശരത്ത്, ഈ ഇത്ര രൂപ ഇന്ന പദവികൾക്കൊക്കെ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൈരളി ചാനലിലൂടെ പറയുമ്പോൾ ഒരുപക്ഷെ അത് CPMൻ്റെ അണികൾക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ അണികൾക്കോ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആഹ്ലാദം ഉണ്ടാകും. ഈ ജയചന്ദ്രൻ സാറിനെ പോലെയുള്ള ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഒരടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ പറയുന്നത് എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു ചെറിയ അണികൾപ്പെട്ട ആരെങ്കിലും അത് പറഞ്ഞിരുന്നെങ്കിൽ അത് അവരുടെ വാക്കുകളാണെന്ന് പറയാൻ കഴിയും. ഒരു തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകളില്ലാതെ വ്യാജമായിട്ടൊരു പുതുതായിട്ട് വന്ന ഒരു സർക്കാരിനെ കരുതി കാണിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അങ്ങ് ദയവായിട്ട് ഇതൊന്നും പറയരുത്. അത്തരം ഒരു ചർച്ചയുടെ ഭാഗമാകുന്നത് പോലും എനിക്കൊക്കെ വൈഷമ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ജനറലായിട്ട് നമുക്ക് രാഷ്ട്രീയം പറയാം, പക്ഷേ അടിസ്ഥാന നോക്കൂ, അത് അങ്ങേക്ക് അത് സംബന്ധിച്ച് ഏതെങ്കിലും തെളിവ് കിട്ടുന്നെങ്കിൽ ദയവായിട്ട് അങ്ങ് അത് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അങ്ങേക്ക് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു പരാതി എഴുതി കൊടുക്കാം. അത് സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. കാരണം സുതാര്യമായിട്ടുള്ള ഒരു ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര താരം അൻസിബ പോലീസിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കാരണം പരാതി കൊടുത്തിട്ട് FIR പോലും ഇട്ടിട്ടില്ല. പ്രതിസ്ഥാനത്ത് നിർത്തി അവർ കൊടുത്ത പരാതിയിൽ ആ പ്രതികളെ പോലീസ് സംരക്ഷിക്കും വിധത്തിലേക്കാണ് കേരളത്തിലെ പോലീസ് പോകുന്നതെന്ന് പറഞ്ഞതൊരു ചലച്ചിത്ര താരം, ഒരു വനിതാ താരമാണ് പറഞ്ഞത്. താങ്കൾ ഈ പോലീസിലേക്ക് അങ്ങ് ചെല്ലൂ, ഉടനെ തന്നെ ഒരു സുതാര്യമായ ഭരണത്തിൽ എല്ലാം അങ്ങ് സംഭവിക്കുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് റജി. പിന്നെ ഈ VCമാരുടെ കാര്യത്തെക്കുറിച്ച് രാഷ്ട്രീയമായിട്ട് അവരെയൊക്കെ നിയമിച്ചതാരാണ്? LDFൻ്റെ ആളുകളല്ലേ? നിങ്ങളുടെ എത്ര സംസ്ഥാന കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തന്നെ അതെല്ലാം വ്യക്തമാണല്ലോ. നിങ്ങൾ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ ഒരു ആർജവുമില്ലാത്തവർ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ നേട്ടം തരാൻ വേണ്ടി ഈ സ്വയമായിട്ട് അക്കാഡമിക്ക് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഇല്ലാത്തവർ അവരുടെ മേലാളന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് പക്ഷം ചേരുന്നതൊക്കെ അതൊന്നും ഒരു അക്കാഡമിക് സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് KSU കോട്ടയത്ത് നടത്തിയ സമരത്തെ അങ്ങൊന്ന് കണ്ടു നോക്കൂ. അതൊക്കെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ആത്മാഭിമാനം ഇല്ലാത്തവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ RSSനെ കോൺഗ്രസ്സുകാരാണ്. കാരണം
അതിൽ തർക്കമില്ല. കാരണം അതിനൊക്കെ വേണ്ടിയും അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഈ ചാൻസലർ എന്ന പദവി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ തുടർന്നൊക്കെ ഈ വൈസ് ചാൻസലർമാർ പോകുന്നവരുണ്ടാകും, താല്പര്യത്തോടെ പോകുന്നവരുണ്ടാകാം. ഇത് ശരിയാണ്. പക്ഷേ പ്രശ്നം അതല്ലല്ലോ. കേരളം ഭരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ കൂട്ടരൊന്നുമല്ലല്ലോ, അത് UDF അല്ലേ. UDF അധികാരത്തിൽ വന്ന ആദ്യം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞെന്താ, ഗവർണറുമായി ഒരു പോരിനില്ല. ഇപ്പോഴെന്തായി? പേരിന് വേണ്ടിയെങ്കിലും വിമർശിക്കേണ്ടി വരുന്നില്ലേ? ഈ ശൈലിയും ഈ രീതിയും നമ്മൾ എത്രയോ കണ്ടതാണ്. അങ്ങനെ ഒരു ലോക് ഭവൻ, അങ്ങനെ ഒരു ഗവർണർ, അങ്ങനെ ഒരു ചാൻസലർ ഉള്ളപ്പോൾ ഈ നിലപാട് ആദ്യമേ എടുത്ത് ഞങ്ങളൊരു വഴക്കിനുമില്ലേ, ഞങ്ങളോട് അലോഹ്യം തോന്നരുതേ എന്ന മട്ടിൽ ഒരു നിലപാട് എന്തിനാണ് ആ മന്ത്രി ആദ്യമേ എടുത്തത്? ഇപ്പോൾ അവർക്ക് ആ മന്ത്രിക്ക് തന്നെ അത്യാവശ്യം ഒന്ന് മാറ്റി പറയേണ്ടതായി മുഷിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെങ്കിലും പ്രതികരിക്കേണ്ടത് വരുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിൽ പെശകെന്ന് പറയുന്നത്. ഭരണത്തിലിരുന്ന മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ അക്കാര്യത്തിൽ കാട്ടേണ്ടിയിരുന്ന ചില ജാഗ്രതകളിൽ അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കി അവിടെ നടക്കും. അതിനെ ഫൈറ്റ് ചെയ്യാനേ പറ്റൂ, അതിനോട് ഫൈറ്റ് ചെയ്യാനേ കേരളത്തിന് കഴിയൂ. ആ ഫൈറ്റിലുണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ സർക്കാരിനോട്. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അത് സംബന്ധിച്ച് വ്യക്തമായ അവരുടെ നിലപാട് കേരളീയ സമൂഹത്തിന് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം, ഇവിടെ ഇടതുപക്ഷം ഒരു മാസത്തിന് മുമ്പ് ഇവിടെ ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതേ VC-മാർ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. അന്ന് CPM-കാർ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള മതസംഘടനകൾ, അതായത് ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾ പോരാട്ടം എക്കാലവും നടത്തുന്നത് കോൺഗ്രസ് ആണ്. മതേതര ജനാധിപത്യ സമരങ്ങൾ അടുത്ത കാലത്തെ ഓർക്കുന്നില്ലേ? എത്ര ദിവസം, എത്ര കാലം? അരുൺ, അല്ല, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ട് പ്രതികരിച്ചില്ല എന്നാണ്. അല്ല, ഇവിടെ അതെങ്ങനെ കണ്ണടയ്ക്കാൻ കഴിയും? മൗനം അന്ധനായി സംസാരിക്കരുത്. കാരണം ഇവിടെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അടക്കം എത്രയോ ശക്തമായിട്ടുള്ള പ്രതികരണം, SFIയുടെ നേതൃത്വത്തിൽ എത്രയോ പ്രതിഷേധം, പ്രക്ഷോഭം, കേസുകൾ, ജലപീരങ്കി, തോക്കുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടൽ നമ്മൾ കണ്ടതല്ലേ? അത്തരം ഇടപെടൽ ഇന്നും ഇന്നലെയല്ലേ? അങ്ങ് ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴൊക്കെ RSS അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ആ സമയത്തെല്ലാം വർദ്ധിത വീര്യത്തോടെ പ്രതികരിച്ചിട്ടുണ്ട്, നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. എത്രയോ തവണ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള നിയമ പോരാട്ടം നടന്നപ്പോൾ നിങ്ങളെല്ലാം അതിനെ കളിയാക്കി ഗവർണർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആ കേസിനെതിരെ നീങ്ങിയവരാണ്. ഒരു ഘട്ടത്തിൽ പോലും ഈ വർഗീയവൽക്കരണ അജണ്ടയ്ക്ക് എതിരെ ഒരു വാക്കുച്ചരിക്കാതെ പ്രതികരിക്കാത്തവർ പഴയ സർക്കാരിനെ നോക്കുന്നല്ല. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞേ? റോജി ജോൺ എന്താ പറഞ്ഞേ? ചാൻസലർക്കുമായി ഏറ്റുമുട്ടാനില്ല. അതുപോലെ VD സതീശൻ എന്താ പറഞ്ഞത്? ഏറ്റുമുട്ടാനില്ല എന്നാ പറഞ്ഞത്. ഇവിടെ ഒന്ന് പ്രതികരിക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി. ഇവിടെ മോഹൻ ഭഗവത്തിന്റെ പരിപാടിക്ക് VC-മാർ പോയതിനെ കുറിച്ച് പ്രസ്താവന നടത്തി. വലിയ പ്രതികരണം രാവിലെ ഉണ്ടായപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 പാരഗ്രാഫ് പ്രസ്താവന വന്നു. ആ പ്രസ്താവനയിൽ ചാൻസലർ എന്നോ ഇവരെ തിരിച്ചു വിളിക്കണമെന്നോ വിമർശിക്കുന്നൊന്നുമില്ല. ഒന്ന് തൊട്ട് തലോടി പോകുന്ന 2 വരി പ്രസ്താവനയല്ലേ വന്നത് മുഖ്യമന്ത്രിയുടെ? ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. നിങ്ങൾ സംഘപരിവാറുമായി ചേർന്ന് ഒറ്റ ചങ്ങാതിമാരായി മാറി ഈ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSSന് കീഴിലാക്കാൻ അങ്ങ് ഇവിടെ ഒരു പ്രതികരണം വന്നല്ലോ. സുരേന്ദ്രന്റെ എന്താ പ്രതികരണം വന്നേ? അങ്ങ് മാപ്പ് പറയണം. RSSന്റെ പരിപാടിയിൽ പോയ VC-മാർ മാപ്പ് പറയണമെങ്കിൽ ഏറ്റവും ആദ്യം മാപ്പ് പറയേണ്ടത് ഇതേ VD സതീശനാണ് എന്ന് പറഞ്ഞപ്പോ ഒരു മറുപടി മുഖ്യമന്ത്രി കൊടുത്തോ? മറുപടി കൊടുക്കാൻ കഴിഞ്ഞോ? കാരണം ഗോൾവർക്കറുടെ കീഴിൽ അങ്ങ് പോയി വളഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്ന കാഴ്ച എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവണം. റൈറ്റ്. ഞാൻ ഒരു സാങ്കല്പികമാണ് തുടങ്ങിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇടവേളയിലേക്ക് പോകും മുമ്പ് ശ്രീ റജിയിലേക്ക് ഞാൻ വരാം. ശ്രീ ജയചന്ദ്രൻ, എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ആർലേക്കർ വന്നതിന് ശേഷം പഴയ രാജ്ഭവൻ, ഇപ്പോൾ ലോക് ഭവൻ ഒരു രീതി കൊണ്ടുവന്നത്. RSSൻ്റെ കാവിക്കൊടി ഏന്തിയ അല്ലെങ്കിൽ ആ RSS പ്രചരിപ്പിക്കുന്ന ഭാരതാംബയുണ്ടല്ലോ, അത് വെച്ച് ആ ചിത്രം വെച്ചിട്ട് ഗവർണറുടെ പരിപാടികൾ, അതിനോട് കൃത്യമായി വിയോജിച്ചു അന്നത്തെ സർക്കാർ. ആ പരിപാടികൾ ബഹിഷ്കരിച്ചു. നമ്മൾ കണ്ടതാണ്. കേരള സർവകലാശാലയിൽ അത്തരമൊരു നീക്കം കൊണ്ടുവന്നു. സർവകലാശാല അതിനെ എതിർക്കാൻ ശ്രമിച്ചു. SFI അതിനെതിരെ രംഗത്ത്. അന്നൊന്നും നമ്മൾ ഈ സമരരംഗത്ത് KSUവിനെയും MSFനെയും ഒന്നും ആ നിലയ്ക്ക് കണ്ടിട്ടുമില്ല. അതൊക്കെ പോകട്ടെ. ഇനി ഈ സർക്കാരിൻ്റെ കാലത്ത് ലോക് ഭവനിൽ അത്തരം ചിത്രം വെച്ച് പരിപാടി നടന്നാൽ, ആർലേക്കർ എന്ന ഗവർണർ പരിപാടികൾ സംഘടിപ്പിച്ചാൽ കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുമോ ബഹിഷ്കരിക്കുമോ? ശ്രീ ജയചന്ദ്രൻ എന്തു തോന്നുന്നു? കഴിഞ്ഞ വർഷം
പരിസ്ഥിതി ദിനത്തിൽ, അതായത് 2025 ജൂൺ 5-നാണ് പരിസ്ഥിതി ദിനം അന്ന് രാജ്ഭവനിൽ വെച്ച് ആചരിക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചത്. അന്നാണ് ഈ ഭാരതാംബയുടെ ചിത്രം വെച്ച് ആറിലേക്കർ ആദ്യമായി വിഷയം ഉണ്ടാക്കുന്നത്. പറ്റില്ല എന്ന് ഖണ്ഡിതമായ നിലപാടെടുത്തു കൃഷി വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ടാണ് ആ തീരുമാനം എടുത്തെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷം അതേ മാസം 19-ാം തീയതി, കഴിഞ്ഞ വർഷം 19-ാം തീയതി സ്കൗട്ട്സ് ദിനത്തിൽ പിന്നെ ഇതുപോലെ വി ശിവൻകുട്ടി വരുമ്പോ ഭാരതാംബയുടെ ചിത്രം വെച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നടക്കില്ല, ഈ പരിപാടിയിൽ ഇത് ഞാൻ അനുവദിക്കില്ല. അപ്പം ഗവർണർ പറഞ്ഞു ചെയ്യില്ല, ഖണ്ഡിതമായി പറഞ്ഞ അദ്ദേഹം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയില്ലേ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഇത് അതേ സംഭവം ആവർത്തിക്കാൻ മോഹൻ കുന്നുമ്മൽ VC, അന്നും ഇപ്പോഴും അദ്ദേഹമാണല്ലോ VC, ശ്രമിച്ചപ്പോ എന്തായിരുന്നു തെരുവിലുണ്ടായ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, ഏതെങ്കിലും അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് സാങ്കല്പികമായി ഇതാ ഈ പറഞ്ഞ പി പ്രസാദിനെയും വി ശിവൻകുട്ടിയെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്താം. അവിടേക്ക് ടി സിദ്ദിഖിനെയും അതുപോലെ റോജിയം ജോണിനെയും ഒക്കെ നമുക്ക് മനസ്സിൽ കരുതാം. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ റോജിയം ജോൺ എങ്ങനെ പെരുമാറും, സിദ്ദിഖ് എങ്ങനെ പെരുമാറും? ശ്രീ ജയചന്ദ്രൻ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഭവ്യതയോടെ പിന്നെ ലോക് ഭവന്റെ നായകനായ അങ്ങ് ഭവ്യതയോടെ നയിച്ചാലും എന്ന് ഭവ്യതയോടെ തന്നെ പറയും. അങ്ങ് കേരളത്തിൽ പിന്നെ UDF മന്ത്രിസഭയ്ക്ക് ഇതൊന്നും അല്ല വിഷയം, ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം. അങ്ങ് പിന്നെ കേരളത്തിന്റെ ഭരണഘടനാ പരിപാടികളൊന്നും ഇവരാരും ബഹിഷ്കരിക്കില്ല, അതുമായി സഹകരിച്ചു തന്നെ ബഹിഷ്കരിക്കാൻ പോവില്ല. അങ്ങനെ ഞാൻ കരുതുന്നതേ ഇല്ല, ഒരാളും ബഹിഷ്കരിക്കില്ല. ശരി, വിദൂരമായ പോലെ അങ്ങനെ ധാരണ എനിക്കില്ല. ഓക്കെ, റൈറ്റ്. ഞാൻ റജിയുടെ ഊഴത്തിലേക്കാണ് വരുന്നത്. റജിയാണ് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ചോളൂ ഇതിനൊരു ഉത്തരം. ഞാൻ റജിയിലേക്കാണ്. റജി, ഇനി വലിയ ചർച്ചയൊന്നുമില്ല, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. അതായത് ലോക് ഭവൻ വീണ്ടും മുൻപ് ചെയ്തതുപോലെ തന്നെ RSS ഭാരതാംബ, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവും വെച്ച് പരിപാടിക്കായി വിളിച്ചാൽ പോരുന്നില്ല എന്ന് പറഞ്ഞ് മന്ത്രി റോജിയം ജോൺ ആ പരിപാടിയുമായി സഹകരിക്കുമോ? ജനങ്ങളുടെയും കേരളത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി ഞങ്ങളങ്ങ് സഹിക്കുന്നു എന്ന് പറഞ്ഞ് മന്ത്രി സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾ അതോടൊപ്പം സഹകരിക്കും. പി പ്രസാദ് നേരത്തെ പങ്കെടുത്ത് അതിൽ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ താരതമ്യം വെച്ചത് കേട്ടോ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി വിയോജിച്ച് അതിനോടൊരു നിലപാട് സ്വീകരിക്കുമോ? അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത്തരം സാധ്യതകളെക്കുറിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സാങ്കല്പികവുമല്ല, ഇതൊക്കെ സംഭവിക്കാം. റജി, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റേതായിരിക്കട്ടെ. പക്ഷേ ജനകീയമായിട്ടുള്ളൊരു സർക്കാർ അത്തരത്തിലുള്ള നിലപാടുകളല്ല സ്വീകരിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാരാണ് കഴിഞ്ഞ സർക്കാർ. രഹസ്യമായിട്ട് കേരള ഹൗസിൽ ചർച്ച നടത്തി. അന്ന് അർലേക്കർ കൂടെ ഉണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയപ്പോൾ, പ്രമേയം അവതരിപ്പിക്കുമ്പോൾ CPM എടുത്ത നിലപാട് അല്ലെങ്കിൽ ഇടതുപക്ഷം എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടു. പിന്നെ കേരള ഹൗസിലെ അതുപോലെ എന്താണ് MR അജിത് കുമാറിനെ സംരക്ഷിച്ചത് ആരാണ്? ഈ ഇത്രയും വിമർശനങ്ങൾ MR അജിത് കുമാറിനെതിരെ രണ്ട് പ്രധാനപ്പെട്ട RSSന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചതിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ലഭ്യമാക്കിയപ്പോൾ MR അജിത് കുമാറിനെ ഓർമ്മിപ്പിക്കുന്നു. UDF ഇന്ന് പ്രതിപക്ഷത്തല്ല, ഭരണപക്ഷത്താണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ആർലേക്കറും ലോക് ഭവനും മുമ്പത്തെ പോലൊരു നിലപാട് സ്വീകരിച്ചാൽ എന്തായിരിക്കും സ്റ്റാൻഡ് എടുക്കുക? അത്തരത്തിലുള്ള നിലപാടുകളല്ല കോൺഗ്രസും UDFും സ്വീകരിക്കുക എന്നുള്ളത് സുവ്യക്തമായി കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മുമ്പാകെ അവർ പറഞ്ഞിട്ടുണ്ട്. RSSൽ കേരള പോലീസിൽ RSSന്റെ സ്ലീപ്പിംഗ് സെൽ ഉണ്ടെന്ന് പറഞ്ഞത് CPIയിലെ അനിലല്ലേ. അപ്പോൾ അതേ രീതിയിലുള്ള നിലപാടുകൾ മുൻകാലങ്ങളിൽ നടന്നപ്പോൾ ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പഴങ്കഥ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിക്കുന്നത്, വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണമായും ആലപിച്ചത് അറിഞ്ഞതേയില്ല, ഇതിനു മുമ്പ് അറിഞ്ഞില്ല എന്ന വിചിത്രവാദം ഉന്നയിച്ചയാളാണ് മുഖ്യമന്ത്രി VD സതീശൻ. ആ ന്യായം പറഞ്ഞ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് പറയാം, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാം, ആർലേക്കർ ലോക് ഭവനിൽ അങ്ങനെ ചിത്രവും വെച്ച് ക്ഷണിച്ചാൽ, ഏതാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവും വെച്ച് പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം പങ്കെടുക്കും. ഞാൻ അറിഞ്ഞില്ല, പുറകിൽ ഇങ്ങനൊരു ചിത്രം ഉണ്ടായിരുന്നോ എന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. നോക്കൂ, അങ്ങനെ ചെയ്യുമോന്നാണ് എൻ്റെ ചോദ്യം. അത്രേ ഉള്ള ചോദ്യം. അങ്ങനെ ചെയ്യുമോ? തുടർന്നു വന്ന നിലപാടിനെ വിടുന്നേ, അവർ പ്രതിപക്ഷത്തല്ലേ? ഞാൻ ഈ രാജ്യം, ഈ കേരളം ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി എന്ത് സ്റ്റാൻഡ് എടുക്കും, എന്ത് പൊസിഷൻ എടുക്കും? നോക്കൂ, അതൊക്കെ വെറും തികച്ചും സാങ്കേതികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. റജിക്ക് സംശയമുണ്ട്. റജിക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്നില്ല. നോക്കൂ, സംഘപരിവാർ ശക്തികളെ എക്കാലവും എതിർത്തിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് അല്ല, സംഘപരിവാർ ശക്തികളോട് എക്കാലവും സന്ധിയില്ലാത്ത സമരം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് അല്ലേ?
അവിടെ ശരി, എന്ത് ആയിക്കോട്ടെ സംശയത്തിന്റെ- ആയിക്കോട്ടെ. ദാ കേൾക്കൂ, ശ്രീ അരുണിൻ്റെ കൂടി അവസരം. ഞാൻ ഇത് മാത്രമേ ചോദ്യമുള്ളൂ കേട്ടോ, ദീർഘിപ്പിക്കാതെ താങ്കളുടെ കൂടി ഒരു അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ട്. അല്ല, ഇനി 3 ആഴ്ച കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കാണേണ്ടി വന്നത് ഒരു സാഹചര്യത്തിൽ ഇനി ഒരു 6 മാസം 1 കൊല്ലമൊക്കെ എടുത്ത് എന്തൊക്കെയാകും? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇത്ര സംഘപരിവാർ ശക്തികളെ എതിർത്തത് കോൺഗ്രസ് ആണെന്ന്. ആ വളഞ്ഞു നിൽക്കുക, ആ നിപ്പ്, വി.ഡി. സതീശന്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആരാണ് ഇതിന്റെ വളഞ്ഞു നിന്നതെന്നൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പൊ നുണ പറയുമ്പോൾ ഇത്രയും സത്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം. രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തന്നെ സംഘപരിവാറിന് വളരാനുള്ള എല്ലാ വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്. 1949 ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുവന്ന് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ വച്ചത്, ആ ബാബറി മസ്ജിദിന്റെ താഴ് തുറന്നു കൊടുത്തത്, ഗേറ്റ് തുറന്നിട്ടത്, അവിടെ രാമവിഗ്രഹം പൂജ ആരംഭിച്ചത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. താഴികക്കുടങ്ങൾ തകർത്തത്, ഈ സമയത്തെല്ലാം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് സംഘപരിവാറിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിക്കുക, കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള റോള് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് വന്ന് ന്യായീകരിക്കുകയാണ് ഇതൊക്കെ ഇത്ര ദിവസം നമുക്ക് ഇത്രയൊക്കെ കാണാൻ കഴിഞ്ഞു. എന്റെ ഒരു കൗതുകത്തിനാണ് പ്രചരണമാണ് നടത്തുന്നത്. എന്റെ ഒരു കൗതുകത്തിനാണ് റോജിയം ജോണിനെ മുഖ്യമന്ത്രിയെ ആർലേക്കർ മുൻപ് കണ്ടതുപോലുള്ള ചിത്രവും വെച്ച് വിളിച്ചാൽ അവര് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകുമോ, പങ്കെടുക്കുമോ? അരുൺ, അതേ ഉള്ളൂ എന്റെ ചോദ്യം. ഞാൻ റിജിയോട് അത് ചോദിച്ചു, ചോദിച്ചു. അവരൊക്കെ ഒരുമിച്ച് വിളക്ക് വയ്ക്കും, അവര് ഒരുമിച്ച് നിന്ന് വിളക്ക് വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, 3 പേരും കൂടെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് മുമ്പ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട്, എന്ന് വെച്ചാൽ ഗവർണർ അങ്ങനൊരു രീതി ലോക്ഭവനിൽ മുൻപ് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ മന്ത്രിമാർക്ക്, അന്ന് മന്ത്രിമാർ അതിനോട് എതിർത്തു, അതിനെ ചോദ്യം ചെയ്തു, അതിനോടുള്ള ശക്തമായ വിയോജിപ്പ് സ്വീകരിച്ചു, ആ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. ആ ഒരു അനുഭവം കേരളത്തിനുണ്ട്. പുതിയ UDF സർക്കാർ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ പെരുമാറും എന്നതുകൂടിയാണ് ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊന്ന് ആലോചിച്ചത്. 3 പേർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.